വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു നോട്ടീസിൽ എൻ്റെ ശരിക്കുള്ള പേര് എഴുതി കാണുന്നത്, അത് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ എവിടെ ചെന്നാലും പാഷാണ ഷാജി എന്ന് എഴുതി വെക്കുള്ളൂ. കാരണം ജീവിതത്തിൽ ഞാൻ പാഷാണവും വിഷമൊന്നുമല്ല, എൻ്റെ ഭാര്യയ്ക്കാൻ അമൃത, അത്ര നല്ല മനുഷ്യനാണ് ഞാനും ഒരു പുലയ സമുദായത്തിൽ പിറന്ന ഒരു പുലയനാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ വേദിയിൽ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണുകയാണ്. നമ്മൾ പറയണം ഞാൻ ആരാ, ഞാൻ എന്താ, ഞാനൊരു പുലയനാന്ന് എവിടെ നിന്ന് പറയണം. പല ആൾക്കാർക്കുണ്ട് ഒരു മടിച്ച് മാറിയിട്ടേക്കും 10 പേരുടെ മുമ്പിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചിലായി പോകുന്നൊക്കെ. ഒരിക്കലുമില്ല. നമ്മളവിടെ നിവർന്നെന്ന് പറഞ്ഞാൽ നിവർന്നെന്ന് പറഞ്ഞു തന്നെ. എവിടെ ഏത് ഫംഗ്ഷനും നമ്മുടേതായിട്ടുള്ളൊരു ഫംഗ്ഷൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ചയാണ് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ കസേര ഇട്ടിട്ട് കസേര ഫ്രീ ആയിട്ടിരിക്കും, അപ്പുറം ദൂരെ മാറി നിൽക്കും. ഒരു സാംസ്കാരിക സമ്മേളനമാണെങ്കിൽ ഒരു സംസ്കാരം ഇല്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന പോലെയാണ് അവരുടെ ധാരണ. മാറി നഖം കടിച്ചിങ്ങനെ നിൽക്കും. ഇത് എപ്പോഴായിരിക്കും എടുക്കുന്നത്? അടുത്ത പരിപാടി തുടങ്ങുമ്പോൾ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ നമുക്ക് ഭൂസ്വത്തോ ഒന്നും സമ്പാദ്യമായിട്ട് തന്നിട്ടില്ല. തന്നേക്കണം മുഴുവൻ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഇതൊക്കെയാണ് തന്നിട്ട് പോയേക്കണം. നിങ്ങളെല്ലാവരും ഞങ്ങളെക്കാൾ കുറേ താഴ്ത്തായിരിക്കണം, നിങ്ങളെക്കാളും ഒത്തിരി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കണം. പക്ഷേ ഈ ഇരിക്കുന്നവരുടെ മനസ്സിൽ എല്ലാവർക്കും നിങ്ങൾക്ക് നല്ല ഉയരത്തിൽ സ്ഥാനം തന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മുമ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനാഘോഷങ്ങളുടെ സമാപന ദിവസമായ ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമായിട്ട് കാണുവാണ്. കാരണം ഞാനും ഒരു പുലയ സമുദായത്തിൽ പിറന്ന ഒരു പുലയനാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ വേദിയിൽ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണുകയാണ്. അതിനെന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ടിനു നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ നേട്ടങ്ങളെക്കുറിച്ചും നമ്മളുടെ നഷ്ടങ്ങളെക്കുറിച്ചും ഇനി നമ്മൾ നേടാനുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി. പക്ഷെ ഇത് കേൾക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള വിശിഷ്ട വ്യക്തികൾ മാത്രം ഇവിടെ ഇല്ല. ഓരോ വീട്ടിലുള്ള വിശിഷ്ട വ്യക്തികൾ ആരാന്നറിയാമോ? 20 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ള മക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മുടെ വീട്ടിൽ അത്തരത്തിലും മക്കളുണ്ടോ? ഞാൻ പല പരിപാടിക്ക് പോകുമ്പോഴും കാണുന്നതാണ് കുറെ അമ്മമാരും കുറെ അച്ഛന്മാരും കുറെ ചേച്ചിമാരും 90% 50 വയസ്സിൽ മേലെയുള്ള ആൾക്കാരെ വന്നിരിക്കണം. ഈ 50 വയസ്സിൽ മേലെയുള്ള ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരാണോ? അപ്പൊ നമ്മുടെ വീടുകളിലെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ കലാകാരന്മാരെ ആദരിക്കാൻ വേണ്ടി ഞാനിവിടെ വന്നേക്കണത്. ശരിക്കും നമ്മുടെ ഈ കൂട്ടത്തിൽ നമ്മുടെ ഫാമിലിയിൽ കലാകാരന്മാരെ ആദരിക്കണമെങ്കിൽ ഇന്ന് ഒരു ദിവസം പോരാണ്ട് വരും. അത്ര നല്ല കലാകാരന്മാരുണ്ട്, അത്ര നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അത്ര നല്ല സ്പോർട്സ് താരങ്ങളുണ്ട്. ഏത് മേഖല എടുത്ത് നോക്കിയാലും നമ്മുടെ മക്കൾ എല്ലാത്തിനും മുന്നിലാണ്. ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും നാടൻ പാട്ടാണെങ്കിലും എന്ത് എടുത്തു നോക്കിയോ. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഈ രക്ഷപ്പെടാനായിട്ട് നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ രക്ഷപ്പെടാനായിട്ടൊരു ചെറിയൊരു തടിപ്പാലമുണ്ട്. ഈ പാലം അങ്ങോട്ട് കടന്നാൽ നമ്മൾ രക്ഷപ്പെടും. ആ പാലത്തിന്റെ പറ്റ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് വഴി അവർ തിരഞ്ഞെടുക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. ഉറപ്പായിട്ടും വേറെ വഴി തന്നെ തിരിഞ്ഞു പോകും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടെല്ലാം ഒരു ലോഡ്ജ് സിസ്റ്റത്തിലാണ് പോണത്. രാവിലെ 3 മുറിയിൽ നിന്ന് 3 പേര് ഇറങ്ങി വരും. ഹായ് ഇന്നലെ കണ്ടില്ല, എവിടെയായിരുന്നു? ഓക്കെ, വരുന്നു, നേരെ കുളിക്കുന്നു, തിരിച്ചു വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പോൾ വൈകിട്ട് കാണാം, ഓക്കെ, നേരെ പോകുന്നു. വൈകിട്ട് അതേപോലെ തിരിച്ചു വരുന്നു, ഹലോ, ഓക്കെ, പോരാട്ടോ, കുളിക്കട്ടെ, നേരെ ഇപ്പോൾ കുളി കഴിഞ്ഞ് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ ഇതേപോലെ ഇങ്ങനെ ആവർത്തിക്കുന്നു. ഏതെങ്കിലും വീട്ടിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടി സംസാരിക്കുന്ന വീടുണ്ടോ? ഉണ്ടെങ്കിൽ കൈപൊക്കൂ. അത്ര ഉറപ്പില്ലാത്ത പൊക്കലാത്. കാരണം സംസാരിക്കണം. ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ സംസാരിക്കണം. ഇപ്പൊ ഒരു ദിവസത്തിൽ 10 മിനിറ്റ് നമ്മൾ കാണുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പോഴും എല്ലാവരുടെ കയ്യിൽ ഫോണും ഉണ്ടാവും. ആരുടെ പാത്രത്തിൽ നിന്ന് വരുന്നില്ലെന്ന് അറിയില്ല. നമ്മൾ കുട്ടികളോട് അത്തരത്തിൽ സംസാരിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും നമ്മളുടെ കാര്യങ്ങളെ നമ്മളോട് സംസാരിച്ചാലാണ് നമ്മുടെ മക്കളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അറിയാൻ പറ്റിയാലേ നമ്മൾ അവരെന്തെങ്കിലും മോശമായ വഴി പോകുമോ അല്ലെങ്കിൽ കൂട്ടുകെട്ടിൽ പോവുകയോ ഒക്കെ ചെയ്യെങ്കിൽ നമുക്ക് അവരെ തിരുത്താൻ പറ്റുള്ളൂ. പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ, ഇവിടെ നിന്ന് ആടിനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നെയൊക്കെ കൊണ്ടുപോയണം എൻ്റെ അമ്മ സ്കൂളിലേക്ക്. അവിടെ നിന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് ബെല്ലടി കേട്ടാൽ അവിടെ നമ്മൾ ഓടിയ വീട്ടിലേക്ക് പോകണം. കാരണം സ്കൂളിൽ കിട്ടാത്ത എന്തോ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടും. ഓടി വരുമ്പോൾ നമ്മുടെ അമ്മ ചേർത്ത് പിടിക്കും, നമുക്കൊരു ഉമ്മ തരും. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഓടി വരുന്നത്.
പക്ഷെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആടിന്റെ അവസ്ഥ വലിയ ആൺകുട്ടികൾക്കാവും. കാരണം അവർ വന്നു കഴിയുമ്പോൾ തുണി മാറാ ചായ കുടിക്കടാ, ഈ ചേർത്ത് പിടിക്കലുണ്ടാവൂല. അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ലേറ്റാവും, കൂട്ടുകാരായിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പറഞ്ഞ് എവിടെയുണ്ട്, ഞാൻ ക്ലാസ്സിലുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ആ ഓക്കെ, സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാ. അപ്പം നമ്മുടെ വീട്ടിൽ കിട്ടാത്തത് പുറത്ത് കിട്ടുന്നുണ്ട്. അവരത് അന്ന് അരമണിക്കൂറാണെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ അത് 1 മണിക്കൂറാക്കി മാറ്റും. അങ്ങനെ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകണം നമ്മൾ ഒരിക്കലും അറിയില്ല. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ 10 മക്കളാണ് ഞങ്ങൾ. എൻ്റെ സ്കൂളിലെ കഞ്ഞിയും ഉപ്പുമാവൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പണ്ടേ ചത്തുപോയനെ പകുതി. ഓരോ വർഷം ഓരോ കുട്ടീനെ സ്കൂളിലാക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അച്ഛനോട് ചോദിക്കും, തങ്കപ്പ അത് കഴിഞ്ഞില്ലേ? പക്ഷെ ആ സ്കൂളിലെ കഞ്ഞിയും പയറും കഴിച്ച് തന്നെയാണ് ഞാനും എൻ്റെ കൂടപ്പുറപ്പുകളൊക്കെ വളർന്നത്. ഇപ്പം എത്ര കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കേണ്ടത് നമ്മുടെ സ്കൂളിൽ നിന്ന്? വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ, ആരും കഴിക്കില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ജാതി മതം അങ്ങനെയൊക്കെ ആ പണ്ട് കാലത്ത് സിസ്റ്റമൊക്കെ പോയി, അതൊന്നും ഇല്ല. ഇപ്പം ഉള്ളത് നമ്മുടെ മനസ്സിലാണ്. നമുക്കെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഞാനൊരു പുലയനാണെന്ന് നിന്നൊരു 10 പേര് കൂടുന്നെന്ന് പറയാൻ ചലിപ്പുള്ള പല ആൾക്കാരെ എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നോട് ഇതുപോലെ തന്നെ ഒരു മുഖ്യനായിട്ടുള്ള നടൻ, പ്രശസ്തനായിട്ടുള്ള നടൻ എന്നോട് ചോദിച്ചു, ഷാജി നമുക്ക് ഈ കൊയ്ത്തും വിധിയൊക്കെ വീണ്ടും നമ്മുടെ കേരളത്തിൽ വന്നോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരട്ടെ, നല്ല കാര്യമോ? ഇത് ആര് കൊയ്യും ആര് വിതക്കും എന്ന് ചോദിച്ചു. അല്ല, അതിന് ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളാ. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയന്മാരെ സഹോദരന്മാരെ പോയിട്ട് പാടത്ത് കിടന്ന് ഉഴുതിട്ട് വൈകുന്നേരം ആകുമ്പോൾ 150 രൂപ മേടിച്ച് ഇപ്പോഴത്തെ കാലത്ത് കിടന്ന് ജീവിക്കാൻ പറ്റില്ല. പെയിന്റിങ്ങിന് പോയി കിട്ടും ഒരു 1000 രൂപ. ഞങ്ങൾക്ക് ആ പണി മതി. അല്ല എന്നാലും നമ്മൾ ഈ കൃഷി വന്നതെന്നല്ല. ഞാൻ പിന്നെ വരട്ടെ, ചേച്ചീനെ വിടുവോ കൊയ്യാനായിട്ട്, പയ്യനെ വിടുവോ കണ്ടവിടാനെന്ന് ചോദിച്ചു. ഇതും പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഞാൻ പിറ്റേ ദിവസം ഞാൻ ചായ കുടിക്കാൻ ചെന്നപ്പോൾ എൻ്റെ പുറകെ വന്ന് തട്ടിയിട്ട് പറയേ, ഹലോ പിണക്കം മാറിയില്ല ഇന്ന്. ഇത് പിണക്കമല്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യം പുറത്തോട്ട് പറയണ. ഞാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന പയ്യൻ, അച്ഛൻ ഇവന്റെ സ്റ്റൈഫൻഡ് മേടിക്കാൻ പറഞ്ഞാൽ അവന് ഇഷ്ടമല്ല. അച്ഛൻ്റെ ഷർട്ടിൽ ബീഡിയുടെ കുറ്റിയുടെ ഊട്ട ഉണ്ടാവുന്നു, ബീഡി തീ വീണതിൻ്റെ ഊട്ട ഉണ്ടാവും. അതുകൊണ്ട് അമ്മ ഒന്നായിരുന്നു. നമ്മൾ പറയണം ഞാൻ ആരാ, ഞാൻ എന്താ, ഞാനൊരു പുലേനാന്ന് എവിടെ നിന്ന് പറയണം. പല ആൾക്കാർക്കുണ്ട് ഒരു മടിച്ച് മാറിയിട്ട് 10 പേരുടെ മുമ്പിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചിലായി പോകുന്നൊക്കെ. ഒരിക്കലും ഇല്ല. നമ്മളവിടെ നിവർന്നെന്ന് പറഞ്ഞാൽ നിവർന്നെന്ന് പറഞ്ഞത് തന്നെ. ഇപ്പൊ കണ്ടില്ല ഇത്രയും കസേര ഇവിടെ കിടക്കുന്നത്. ആ ബാക്കിൽ പോയിട്ട് ആ തിണ്ണയിൽ പോയി ഇരിക്കുവോ എല്ലാവരും. ഈ കസേരയിൽ വന്ന് അവരിരുന്ന നാളെ ഈ കസേരയിൽ ഇരിക്കാൻ അവർ പേടിക്കും വേറെ തന്നെ. അപ്പൊ നമ്മളായിട്ട് തന്നെ പിന്നോട്ട് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പിന്നോട്ട് പോണതാണത്. എവിടെ ഏത് ഫംഗ്ഷനും നമ്മുടേതായിട്ടുള്ള ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ചയാണ് ഈ പറഞ്ഞ പോലെ തന്നെ കുറെ കസേര ഇട്ടിട്ട് കസേര ഫ്രീ ആയിട്ടിരിക്കും, അപ്പുറം ദൂരെ മാറി നിൽക്കും. ഒരു സാംസ്കാരിക സമ്മേളനമാണെങ്കിൽ ഒരു സംസ്കാരം ഇല്ലാത്ത കുറെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന പോലെയാണ് അവരുടെ ധാരണ. മാറി നഖം കടിച്ചിങ്ങനെ നിൽക്കും. ഇത് എപ്പോഴായിരിക്കും എടുക്കുന്നത്? അടുത്ത പരിപാടി തുടങ്ങുമ്പോൾ വന്നിരിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങളെല്ലാവരും ഞങ്ങളെക്കാൾ കുറെ താഴ്ത്തായിരിക്കണം, നിങ്ങളെക്കാളും ഒത്തിരി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കണം. പക്ഷേ ഈ ഇരിക്കുന്നവരുടെ മനസ്സിൽ എല്ലാവർക്കും നിങ്ങൾക്ക് നല്ല ഉയരത്തിൽ സ്ഥാനം തന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മുമ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഒരിക്കലും മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ രീതികളെക്കുറിച്ചോ ഒന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇത്രയും സമയം ഇവിടെ നിന്നിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഇവിടെ മക്കളില്ല. ഇനി അടുത്ത പരിപാടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ചീഫ് ഗസ്റ്റുകളെ നിങ്ങൾ വിളിക്കുക, ക്ഷണിക്കുക, നോട്ടീസിൽ അവരുടെ പേര് വെച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ നോക്കുക. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും നടക്കുന്ന കാര്യമോ. ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താ ഏതാ എനിക്ക് സമയമുണ്ടോ ഒന്നും ഞാൻ നോക്കിയില്ല. ഇതെന്റെ പരിപാടിയാ, എൻ്റെ വീടിന്റെ പരിപാടി, എൻ്റെ കുടുംബത്തിന്റെ പരിപാടിയാന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നത്. അതുപോലെ നമ്മൾ എല്ലാവരിലേക്കും ഇത് എത്തിക്കുക, നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക കാര്യങ്ങൾ. ഒത്തിരി നല്ല കലാകാരന്മാരുണ്ട്, ഒത്തിരി ഞാൻ കണ്ട് എനിക്ക് സങ്കടം വന്നിട്ടുള്ള കലാകാരന്മാരുണ്ട്. അതുപോലെ സ്പോർട്സ് താരങ്ങളുണ്ട്. ഇവരൊക്കെ നല്ലൊരു നിലയിൽ എത്തിയെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പല കാണാൻ പറ്റാത്ത സ്ഥലത്തും പല രീതിയിലും ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഈ വളർന്ന മക്കളെങ്കിലും ഇനി മുമ്പോട്ട് വരുന്നവരെങ്കിലും അവരെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി മക്കൾ കാണണം, അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹിക്കണം, മക്കൾ കാണണം. മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛൻ അമ്മക്കൊരു ഉമ്മ കൊടുക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അവരത് കാണണം. ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്നും പറഞ്ഞ് ഓടിപ്പോയിട്ട് ഉമ്മ കൊടുക്കല്ലേട്ടാ, കാരണം അത് ഒരു ശീലമായതിനു ശേഷം അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇത് എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം അറിയാവുന്നവരെയാണ്, ഇത് കേട്ടിട്ടുള്ളവരെയാണ്, ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോടാണ് ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത പരിപാടി ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ 20-നും 26-നും ഇടയിലുള്ള നമ്മുടെ വീട്ടിലെ മക്കളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം. പങ്കെടുപ്പിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കാമോ?
കൈയടിക്കാൻ പറഞ്ഞപ്പോൾ കടുക് വറക്കണ സൗണ്ടേ ഉള്ളൂ. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. അടുത്ത പരിപാടിക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഏജിലുള്ള കുട്ടികളെ കൊണ്ടുവരിക. പിന്നെ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്, ഇവിടെ വരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്, നമ്മൾ കൂടാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു നോട്ടീസിൽ എൻ്റെ ശരിക്കുള്ള പേര് എഴുതി കാണുന്നത്, അത് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ എവിടെ ചെന്നാലും പാഷാണം ഷാജി എന്ന് എഴുതി വെക്കുള്ളൂ. കാരണം ജീവിതത്തിൽ ഞാൻ പാഷാണവും വിഷമൊന്നുമല്ല, എൻ്റെ ഭാര്യയ്ക്കാൻ അമൃത, അത്രയും നല്ല മനുഷ്യനാണ് ഞാൻ. പക്ഷേ എന്തോ ആ പേര് വന്നപ്പോഴാണ് ജീവിതത്തിൽ എന്തോ നേട്ടങ്ങൾ ഉണ്ടായാലും ജീവിതത്തിൽ നന്മകൾ വന്നേക്കുന്നതും സാമ്പത്തികമായിട്ടാണ് എല്ലാ രീതിയിലും ഒരു ഇത് വന്നത്, ആ പേര് വന്നുകൊണ്ടാണ്. അതുകൊണ്ട് പാഷാണം ഷാജിന്നോ പാഷാണോ എന്ത് വിളിച്ചാലും സന്തോഷമുള്ളൂ. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ഈ ആദരിക്കപ്പെടുന്ന എല്ലാ കലാകാരന്മാർക്കും, കാരണം ഇപ്പം ഈ ആദരിക്കപ്പെടുന്ന കലാകാരന്മാർ പ്രായമായ കലാകാരന്മാരുണ്ട്. എൻ്റെ അച്ഛനൊരു കോലുകളി ആശാനാണ്. അതുപോലെ അത്തരത്തിലുള്ള കലാകാരന്മാരുണ്ട്. അവരെയൊക്കെ ആദരിക്കാൻ കിട്ടുന്നത് ഈ പറഞ്ഞ ലോകത്തിൽ ഒത്തിരി ഒത്തിരി വില കൂടിയ അവാർഡുകളൊക്കെ ഉണ്ടെങ്കിലും എന്നെപ്പോലത്തെ ചെറിയ കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ആദരവ് എൻ്റെ കൈ കൊണ്ട് കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡായിട്ട് കാണുന്നു. അത് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് അത് ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ, ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. പിന്നെ ഞാൻ ഈ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു വേദിയിലും അങ്ങനെ സംസാരിക്കാത്ത ആളാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ആ ഉള്ളിൽ കിടക്കുന്ന പുലയൻ പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ പാഷാണം ഷാജി പറഞ്ഞതല്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം നമ്മൾ പറഞ്ഞു പോയത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ പെരുമ്പാവൂർ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു ആംബുലൻസ് മേടിച്ച് പഞ്ചായത്തിന് കൊടുത്തേക്കണം. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ പോയേക്കുക. അവിടെ ചെന്ന് എല്ലാവരും സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു മെമ്പർ കയറി നിന്നിട്ട് പറയുകയാണ്, നമ്മൾ ആംബുലൻസ് മേടിച്ചുകൊണ്ട് കാര്യമില്ല, അതിന് നല്ല ഓട്ടം കൊടുക്കണമെന്ന്. അപ്പം എനിക്ക് നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് വന്നാൽ ഞാൻ ചേട്ടൻ ഇത് എന്താ അസുഖം എന്നാണ്. അതല്ല എല്ലാ പഞ്ചായത്തിലേക്കും കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ചെറിയൊരു വാക്ക് മതി മറ്റുള്ളവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാവാൻ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ ഒരു വികാരമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇവിടെ എല്ലാം കലാപരിപാടിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പരിപാടിയുണ്ട്. ഈ പരിപാടിക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം. അല്ലാതെ കുറേ നേരം ഇരുന്ന് പഴുത്തിട്ട് വന്ന് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 50% പോലും വിജയിക്കില്ല. തിരുവാങ്കുളത്ത് ഒരു സ്കൂളിൽ ഞാൻ ആനിവേഴ്സറിക്ക് ചെന്നപ്പോൾ ഞാൻ 4 മണി പരിപാടി പറഞ്ഞിട്ട് ഞാൻ 3:30 അവിടെ ചെന്ന്. ഞാൻ ചെല്ലുമ്പോൾ മുറ്റം നിറയെ കുട്ടികളൊക്കെ നല്ല മാനിൻ്റെ മുയലിൻ്റെ മയിലിൻ്റെയൊക്കെ വേഷത്തിൽ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുക. പഴശ്ശിരാജൊക്കെ വാളുമായിട്ട് ഇങ്ങനെ നടക്കുക. അവിടുത്തെ വിശിഷ്ട അതിഥി വന്നപ്പോഴത്തേനും 5 മണിയായി. പരിപാടി തുടങ്ങിയപ്പോൾ 5:30 പരിപാടി തീർന്നപ്പോൾ 6:30 6:30 പരിപാടി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് മുയൽ തൂണിൻ്റെ ഒട്ടി കിടന്നുറങ്ങണം, മയിൽ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കണം, പഴശ്ശിരാജാവ് വാളുമായിട്ട് അച്ഛൻ്റെ തോളത്ത് കിടന്നുറങ്ങണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ പരിപാടി തീർന്നിട്ട് ഒരു ഫ്യൂഷൻ ഡാൻസ്. സരസ്വതി താമരപ്പുറത്ത് ഇരിക്കുക. എങ്ങനെ 2 സെക്കൻഡ് കഴിയുമ്പോൾ സരസ്വതി ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മിസ് വന്നിട്ട് തട്ട് കൊടുക്കുമ്പോൾ സരസ്വതി വീണ്ടും നേരെ എത്തും. 2 സെക്കൻഡ് കഴിയുമ്പോൾ സരസ്വതി ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മിസ് വന്നിട്ട് തട്ട് കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഡാൻസ് അല്ല നടന്നത്, 2 മിസ്സുമാർ ചേർന്നിട്ട് സരസ്വതിനെ ഇട്ട് തട്ടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ആ അവസ്ഥ ഉണ്ടാക്കേണ്ട. ഇനി പരിപാടി ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് പരിപാടി ചെയ്യട്ടെ. ഈ പരിപാടികളെല്ലാം ഭംഗിയായിട്ട് പോട്ടെ. ഇവിടെ ഈ അവാർഡിന് അർഹരായിട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. എൻ്റെ വീട്ടിലും ഒരു ഡോക്ടറെ ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് അടുത്ത 4ാമത്തെ വർഷത്തേക്കായി. എല്ലാ വീട്ടിലും ഇതുപോലെ ഡോക്ടർമാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ നമുക്ക് ഭൂസ്വത്തോ ഒന്നും സമ്പാദ്യമായിട്ട് തന്നിട്ടില്ല. തന്നേക്കണം മുഴുവൻ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഇതൊക്കെയാണ് തന്നിട്ട് പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനോ ഇതുപോലുള്ള കുറേ ഡോക്ടർമാർ നമ്മുടെ കൂടെ ഉണ്ടാവണം, എഞ്ചിനീയർമാരുണ്ടാവണം, ബാക്കി എല്ലാവരും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.